أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أهلكنا من قرية إلا ولها كتاب معلوم ما تسبق من أمة أجلها وما يستأخرون. صدق الله العظيم. സൂറത്തുൽ ഹിജ്റിലെ 4-5 ആയത്തുകൾ. വമാ അഹ്ലക്കിന, നാം നശിപ്പിച്ചിട്ടില്ല, മിൻ ഖറിയത്തിൻ, നാടിൽ നിന്ന്, അഥവാ ഒരു നാടിനെയും എന്നർത്ഥം. ഇല്ല വലഹ, അതിനുണ്ടായിട്ടല്ലാതെ, കിതാബുൻ മഅലൂം, അറിയപ്പെട്ട അല്ലെങ്കിൽ നിർണിതമായ ഒരു രേഖ അല്ലെങ്കിൽ ഒരു പ്രമാണം. മാ തസ്ബിഖു, മുൻകടക്കുന്നില്ല, മിൻ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തും ഒരു സമൂഹവും, അജലഹ, അതിൻ്റെ അവധിയെ, വമാ യസ്തഖിറൂൻ, അവർ പിന്തുന്നുമില്ല. നിഷേധികളെ അവരുടെ പാട്ടിന് വിട്ടേക്കൂ. അവർ തിന്നുകയും ആസ്വദിക്കുകയും പ്രതീക്ഷകൾ, സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുകയും ചെയ്യട്ടെ. പിന്നീട് അവർ അറിയുന്നുണ്ട് എന്നാണല്ലോ മുകളിൽ പറഞ്ഞത്. സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിച്ചിരുന്ന ഒരു താക്കീതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചാൽ നശിപ്പിക്കുമെന്നാണല്ലോ ചരിത്രത്തിൽ പറഞ്ഞത്. നമുക്കറിയാം, ഈ സൂറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ അവസാന കാലത്ത് വന്നതാണല്ലോ, അവസാന ഘട്ടത്തിൽ. അപ്പോൾ അതിൻ്റെ ഇടക്ക് ഒരുപാട് ജനതകളെ നശിപ്പിച്ച വിവരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ധിക്കാരപൂർവ്വം നിഷേധികൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്, കുറേ കാലമായല്ലോ എന്നിട്ട് ഞങ്ങളിങ്ങനെ നിഷേധിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടെന്താ ഞങ്ങളെ നശിപ്പിക്കാത്തത്? ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലുള്ള ഒരു വാദത്തിൻ്റെ മറുപടിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നത്. അങ്ങനെ നശിപ്പിച്ച ഓരോ സമൂഹവും, വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ഇല്ലാ വലഹാ കിതാബുൻ മഅലൂം, ഓരോ സമൂഹത്തിനും നിർണിതമായ അല്ലെങ്കിൽ മുൻകൂട്ടി അറിയപ്പെടുന്ന ഒരു രേഖ ഉണ്ടായിട്ടല്ലാതെ നശിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, നബിമാർ വരിക, എന്നിട്ട് അവർക്ക് പറയാനുള്ളത് പറയുക, അത് ധിക്കരിച്ചാൽ ഉടനെ അങ്ങ് നശിപ്പിച്ചേക്കുക, ഇങ്ങനെ ഒരു പരിപാടിയില്ല. പിന്നെ എന്താണുള്ളത്? അത് ഒരു സമയം അല്ലാഹു തആല നിശ്ചയിക്കും. അവർ ഈ പോക്ക് എത്രത്തോളം പോവും എന്നത്, അതാണ് ഫസൗഫ തഅലമൂൻ എന്ന് മുകളിൽ പറഞ്ഞത്. ഫസൗഫ യഅലമൂൻ, പിന്നീട് അവരറിയുന്നുണ്ട്. അള്ളാഹു കാത്തു നിൽക്കുകയാണ് എന്നർത്ഥം. ഫിർഔനിനെ കുറിച്ച് മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറയുന്നുണ്ടല്ലോ, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫിർഔൻ പരിധി വിട്ടിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾ അവനിലേക്ക് ചെല്ലണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫിർഔനെ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ലാത്ത വിധം എത്തിയിരിക്കുന്നു അയാളുടെ അക്രമം. എന്നിട്ട് അങ്ങനെ അക്രമം പരിധി വിടുമ്പോൾ അല്ലാഹു തആല ചെയ്യുന്നത് മൂസ അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയാണ്. നിയോഗിച്ചിട്ട് അവിടെ ചെന്നിട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ ഫിർഔൻ തന്നെ രക്ഷപ്പെടുമായിരുന്നു. അതിനാണ് മൂസ അലൈഹിസ്സലാം ആദ്യം പണിയെടുക്കുന്നത്. ഇന്നാ റസൂല റബ്ബിക്ക, താങ്കളുടെ റബ്ബിൻ്റെ റസൂലാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഖുർആനും അല്ലാഹു തആലയും അദ്ദേഹത്തോട് പറയുന്നുണ്ട്, വഖൂല ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു യഖ്ഷ, സൗമ്യമായി സംസാരിക്കണം, നന്നായെങ്കിലോ എന്നർത്ഥത്തിൽ. അങ്ങനെ നന്നാക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ചരിത്രം പറയുന്നത് അനുസരിച്ച് ആ പണി ഏകദേശം 30 കൊല്ലം തുടർന്നു. ഫിർഔനിനെ മാറ്റിയെടുക്കാനും ബനി ഇസ്രായേല്യരെ ഉദ്ധരിക്കുവാനും ഉള്ള ഈജിപ്തിലെ പ്രവർത്തനങ്ങൾ.
30 കൊല്ലമാകുമ്പോഴാണ് ഇനി അവരെ വെച്ചേക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത്. അപ്പോഴാണ് നശിപ്പിക്കുന്നത്. അതാണ് ഈ കിതാബുൻ മഅലൂം എന്ന് പറയുന്നത്. നൂഹ് അലൈഹിസ്സലാം 950 കൊല്ലമാകുമ്പോഴാണ് റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഭൂമിക്ക് മുകളിൽ ഈ നിഷേധികളുടെ ഒരൊറ്റ വീടും ബാക്കി വെക്കരുത് എന്ന് 950 കൊല്ലം കഴിയുമ്പോഴാണ് അദ്ദേഹം തന്നെ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെയുള്ള അവധിയെക്കുറിച്ചാണ് ഇവിടെ കിതാബുൻ മഅലൂം എന്ന് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഒരു മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ഡേറ്റ് അല്ല. ഇപ്പോൾ പ്രസവത്തിന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യിക്കും, അന്ന് പ്രസവിക്കും എന്നതുപോലെ ഇത്രാം തീയതി നശിപ്പിക്കപ്പെടും, അങ്ങനെയല്ല. പകരം ഇവരുടെ ധിക്കാരത്തിൻ്റെയും ഇവരുടെ നിഷേധത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അക്രമത്തിൻ്റെയും ഒക്കെ ഒരു തോത്, അതിൻ്റെ ലിമിറ്റ് എവിടം കടക്കുമ്പോഴാണ് നമ്മുടെ ഡാമിലെയൊക്കെ സൈറൺ മാക്സിമം വാട്ടർ ലെവൽ എന്നൊരു ലെവലുണ്ട്. ആ ലെവലിൻ്റെ മുകളിൽ വെള്ളം വന്നാൽ ഉടൻ സൈറൺ മുഴങ്ങും എന്നതുപോലെ ആ വെള്ളം എന്ന് വരുന്നു, എത്രാം തീയതി വരുന്നു കണക്കുണ്ടോ? ഇല്ല. മഴ പെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ അത് വേഗം വരാം, വരാതെയും ഇരിക്കാം എന്നൊക്കെ പറയണത് പോലെ ഇവർ കടുത്ത ധിക്കാരം എല്ലാ പരിധിയും വിടുമ്പോൾ പിന്നെ കാത്തിരിക്കാതെ നശിപ്പിക്കപ്പെടാം. അല്ല, ധിക്കാരം പരിധി വിടാൻ സമയം പിടിച്ചാൽ നശിപ്പിക്കപ്പെടലും സമയം പിടിക്കാം. ധിക്കാരം അത്രത്തോളം എത്തിയില്ലെങ്കിൽ നശിപ്പിക്കപ്പെടാതെയും ഇരിക്കാം. ആ അള്ളാഹു നിശ്ചയിച്ച തോതിനെയാണ് ഇവിടെ കിതാബുൻ മഅലൂം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് അവധി എത്തിയാലോ, മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ വമാ യസ്തഖിറൂൻ. ഒരു ഉമ്മത്തും അവധി എത്തിയാൽ പിന്നെ അവധിയുടെ മുന്നിൽ കടക്കുന്നില്ല. അഥവാ അവധിയുടെ മുമ്പ് അവർ എത്ര വലിയ ചോദ്യങ്ങൾ ചോദിച്ചാലും, എത്ര വലിയ നിഷേധം പ്രവർത്തിച്ചാലും, എത്ര അക്രമം പ്രവർത്തിച്ചാലും അള്ളാഹു നിശ്ചയിച്ച ലെവൽ എത്തുന്നത് വരെ അവരെ ജീവിക്കാൻ അനുവദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരിക്കെ അള്ളാഹു തആല അവരെ നശിപ്പിക്കുകയില്ല. വഅൻത ഫീഹിം, നീ അവിടെ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ നടത്തി, അവർ മാറിക്കൊണ്ടിരിക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഇനി ഇവരെ വെച്ചേക്കാൻ പറ്റുകയില്ല എന്ന് അള്ളാഹു നിശ്ചയിച്ച ലെവൽ എത്തുന്നത് വരെ അവരെ പിന്തിക്കും. അതിൻ്റെ ഇടക്ക് അവരെത്ര വലിയ ചോദ്യം ചോദിച്ചാലും, അവരിൽ ചില ആളുകൾ വലിയ ധിക്കാരം പ്രവർത്തിച്ചാലും ആ സമൂഹത്തെ മൊത്തം നശിപ്പിക്കുകയില്ല. മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹ, അതിൻ്റെ മുമ്പ് നശിപ്പിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനമുള്ളത് കൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ ഞങ്ങളെ എന്താ നശിപ്പിക്കാത്തത് എന്ന് ചോദിക്കാത്തത് കൊണ്ടല്ല നശിപ്പിക്കാത്തത് എന്നർത്ഥം. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിയാലോ വമാ യസ്തഖിറൂൻ, സമയം നീട്ടിക്കൊടുക്കുകയുമില്ല. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അത്തരം വിശദീകരണങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. നേരത്തെ സൂറത്തു ഇബ്രാഹിമിൽ നമ്മൾ കണ്ടില്ലേ, വന്ദിരിന്നാസ യൗമ യഅ്തീഹിമുൽ അദാബു ഫയഖൂലുല്ലദീന ളലമു റബ്ബന അഖിർന ഇല അജലിൻ ഖരീബ് നുജിബ് ദഅവതക വനത്തബിഉർ റസുൽ. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക, അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വരുന്ന ദിവസം. അന്ന് ഈ അക്രമികൾ പറയും, റബ്ബന അഖിർന ഇല അജലിൻ ഖരീബ്, കുറച്ചുകൂടി സാവകാശം ഞങ്ങൾക്ക് തരണമേ. നുജിബ് ദഅവതക, നിൻ്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തു കൊള്ളാം. വനത്തബിഉർ റസുൽ, ഞങ്ങൾ റസൂലുമാരെ പിൻപറ്റിക്കൊള്ളാം. ഇങ്ങനെ പറയും ആളുകൾ. പക്ഷേ അപ്പോൾ ശിക്ഷ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ആരും ഉണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല ഒരു സമൂഹത്തിന് മൊത്തം നിശ്ചയിച്ച ഒരു അവധിയുണ്ട്. അത് വരുന്നത് വരെ അതിൻ്റെ മുമ്പ് അതിലെ വ്യക്തികൾ ആരെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളിൽപ്പെട്ട ആരെങ്കിലും കടുത്ത ധിക്കാരം പ്രവർത്തിച്ചത് കൊണ്ട് നശിപ്പിക്കുകയുമില്ല. അതുപോലെ തന്നെ സമയമെത്തിയാൽ പിന്നെ ആരെങ്കിലും കരഞ്ഞതുകൊണ്ട് അവരെ പിന്തിക്കുകയുമില്ല എന്ന താക്കീത് കൂടിയാണ് ഇവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ, പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, സമൂഹത്തിൽ പടർത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ
ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.